സന്ധ്യയ്ക്ക് ഉദിക്കുന്ന ഒരു നക്ഷത്രത്തെ നോക്കി വെച്ചാൽ രാവിലെ വരെ ആ നക്ഷത്രം കൊണ്ട് നമുക്ക് സമയം പറയാൻ കഴിയും. അങ്ങനെയാണ് പൂജകളും കർമ്മങ്ങളും കൃത്യനിഷ്ഠയോടെ പണ്ടുകാലത്ത് ചെയ്തിരുന്നത്. അങ്ങനെ പുരോഹിതന്റെ ശാസ്ത്രമായിട്ടാണ് ജ്യോതിഷം തുടങ്ങുന്നത്. പിന്നീട് ദിക്കറിയാൻ വേണ്ടി ജ്യോതിഷം ഉപയോഗപ്പെടുത്തി. ചില നക്ഷത്രങ്ങളെ നോക്കിയാൽ ദിക്കറിയാം. ഉദാഹരണത്തിന് ധ്രുവ നക്ഷത്രം, ഭൂമിയുടെ നേർവടക്ക് സ്ഥാനമാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ധ്രുവൻ. ധ്രുവനെ നോക്കിയാൽ വടക്ക് കിട്ടും, വടക്ക് കിട്ടിയാൽ ബാക്കി എല്ലാ ദിക്കും കിട്ടും. അല്ലെങ്കിൽ തെക്കുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ത്രിശങ്കു എന്ന് നമ്മൾ വിളിക്കുന്ന തെക്കൻ കുരിശ് എന്ന് യൂറോപ്പിൽ അറിയപ്പെടുന്ന 4 നക്ഷത്രങ്ങളുണ്ട്, ഒരു കുരിശിൻ്റെ രൂപത്തിൽ. ഈ നക്ഷത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ തെക്ക് കിട്ടും. ആകാശമധ്യത്തിൽ അതുപോലെ തന്നെ തലയ്ക്ക് മുകളിലായിട്ട് വരുന്ന ഒരു നക്ഷത്രഗണമുണ്ട്, വേട്ടക്കാരൻ, ഓറിയൺ ദ ഹണ്ടർ. ആ നക്ഷത്രഗണത്തെ നോക്കിക്കഴിഞ്ഞാൽ ദിക്ക് കിട്ടും. അങ്ങനെ ദിക്കറിയാൻ പറ്റിയ നിരവധി നക്ഷത്രങ്ങൾ ജ്യോതിഷികൾ കണ്ടെത്തി. അത് നോക്കിക്കൊണ്ടാണ് പണ്ട് കാലത്ത് രാത്രിയിൽ ആളുകൾ സഞ്ചരിച്ചത്. പ്രത്യേകിച്ച് മരുഭൂമികളിൽ സഞ്ചരിക്കുന്നവർക്ക് പകൽ സഞ്ചരിക്കാൻ കഴിയില്ല. ബേബിലോണിയയിൽ, ഇപ്പോഴത്തെ ഇറാഖിൻ്റെ പണ്ടത്തെ പേരാണ് ബേബിലോണിയ എന്ന് നിങ്ങൾക്കറിയാം. ബേബിലോണിയയിൽ ആളുകൾ കച്ചവടാർത്ഥം ദൂരദിക്കുകളിലേക്ക് പോകുമ്പം മരുഭൂമി കടന്നു പോകണം. രാത്രിയിലാണ് അവർ സഞ്ചരിക്കുക. അങ്ങനെ രാത്രിയിൽ സഞ്ചരിക്കുമ്പം ദിക്ക് നോക്കിയാണ് സഞ്ചരിക്കുക. കാരണം അന്ന് റോഡുകളില്ലാത്ത കാലമാണ്. ദിക്കറിയാൻ വേണ്ടി അവർ നക്ഷത്രത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അങ്ങനെ രാത്രിയിൽ സമയം കണക്കാക്കാനും ദിക്കറിയാനും വേണ്ടിയാണ് ജ്യോതിഷത്തെ വളർത്തിയെടുത്തത്, അല്ലാതെ ആളുകളുടെ ഭാവി പ്രവചിക്കാൻ വേണ്ടിയല്ല. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാലങ്ങൾ പറയാൻ വേണ്ടിയും ജ്യോതിഷത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഉദാഹരണത്തിന് ജന്മനക്ഷത്രം എന്ന് പറയുന്ന ആശയം തന്നെ എടുക്കുക. ചന്ദ്രൻ ഭൂമിയെ 27 ദിവസവും 8 മണിക്കൂർ കൊണ്ടും ചുറ്റും. ഓരോ ദിവസവും ചന്ദ്രൻ ഓരോരോ നക്ഷത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നിൽക്കുക. ഒരു ദിവസം അശ്വമുഖം പോലെയുള്ള 3 നക്ഷത്രങ്ങളുടെ സമീപത്ത് ചന്ദ്രൻ നിൽക്കും. അശ്വമുഖം പോലെ നക്ഷത്രങ്ങളുള്ള ആ ആകാശഭാഗത്തെ അശ്വതി എന്ന് മലയാളത്തിൽ പറയും. സംസ്കൃതത്തിൽ അശ്വിനി എന്ന് പറയും. അശ്വിനി നക്ഷത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്ന ദിവസമാണ് അശ്വിനി നാള് അല്ലെങ്കിൽ അശ്വതി നാള്. അന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാം ജന്മനക്ഷത്രം അശ്വതിയായിരിക്കും. പിറ്റേ ദിവസം ചന്ദ്രൻ അശ്വതിയിൽ നിന്ന് ഭരണി നക്ഷത്രങ്ങളുടെ സമീപത്തേക്ക് പോകും. അതിൻ്റെ പിറ്റേ ദിവസം കാർത്തിക നക്ഷത്രങ്ങളുടെ സമീപത്തേക്ക് പോകും. അതിനനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ജന്മനക്ഷത്രം മാറിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം ജനിക്കുന്ന കുഞ്ഞിനും വ്യത്യസ്തമായ ജന്മനക്ഷത്രങ്ങൾ കിട്ടും. ഇതെന്തിനാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ആഴ്ച എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായിരുന്നില്ല. വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ എന്ന് ജനിച്ചു എന്ന് പറയാൻ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ആഴ്ചയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ജനിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച ജനിച്ചു എന്നൊക്കെ പറയും. പണ്ട് കാലത്ത് നമ്മുടെ രാജ്യത്ത് ആഴ്ചയില്ല. ആഴ്ച എന്ന് പറയുന്നത് ഇസ്രായേൽ ആ പ്രദേശത്തിന് ചുറ്റുമുള്ള നാട്ടുകാരുടെ വിശ്വാസത്തിൽ നിന്ന് വന്നതാണ് ആഴ്ച. ദൈവം 6 ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്നും 7-ാം ദിവസം വിശ്രമിച്ചു എന്നും ഉള്ള കഥയിൽ നിന്നാണ് ആഴ്ച എന്ന് പറയുന്ന സങ്കല്പം വരുന്നത്. ഇന്ത്യക്കാർക്ക് അത്തരം ഒരു കഥയില്ലാത്തതുകൊണ്ട് ഇന്ത്യയിൽ ആഴ്ച ഉണ്ടായിരുന്നില്ല. നമ്മുടെ പുരാണങ്ങളിലൊന്നും ആഴ്ച കാണില്ല. അപ്പം പണ്ട് കാലത്ത് ഇന്ത്യക്കാർ അതിന് പകരം ഉപയോഗിച്ചിരുന്നത് നാളാണ്. കുഞ്ഞെന്നാ ജനിച്ചത് എന്ന് ചോദിച്ചാൽ അത് കാർത്തികയിൽ ജനിച്ചു. അപ്പോൾ ഇന്ന് പുണർദമാണെങ്കിൽ വേഗം എണ്ണി എത്ര ദിവസം ഒന്ന് കണക്കാക്കാൻ പറ്റും. കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം 5-ാം ദിവസമാണ് ഇന്ന്. കുട്ടി ജനിച്ചിട്ട് 5-ാം ദിവസമായിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. എന്നാണ് വീട്ടിലെ നിൻ്റെ ജ്യേഷ്ഠൻ്റെ കല്യാണം എന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ പൂരത്തിലാണ് അല്ലെങ്കിൽ ഉത്തരത്തിലാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടെണ്ണും. ഇന്ന് പുണർദാണെങ്കിൽ പുണർദം, പൂയം, ആയില്യം, മകം, പൂരം 5-ാം ദിവസം, അല്ലെങ്കിൽ ഉത്തരത്തിലാണ് 6-ാം ദിവസം. ഇങ്ങനെ ഭാവിയിലേക്കും ഭൂതത്തിലേക്കും ദിവസങ്ങൾ എണ്ണാനുള്ള എളുപ്പമാർഗമാണ്. ആഴ്ചയ്ക്ക് പകരം നിന്നിരുന്ന ഒരാശയമാണ് നാളെന്ന് പറയുന്നത്. ഏതെങ്കിലും പ്രത്യേക നാളിൽ ജനിച്ചുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ട് എന്ന് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് ഇതൊക്കെ അന്ധവിശ്വാസമായി മാറിയ കാലത്താണ് ചില നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ എന്തോ മേന്മയുണ്ടെന്നും മകത്തിൽ ജനിച്ചാൽ അത് സ്ത്രീക്ക് വളരെ മെച്ചമാണെന്നും പൂരത്തിലാണെങ്കിൽ പുരുഷനാണ് മെച്ചമെന്നും പൂയത്തിലാണെങ്കിൽ 2 കൂട്ടർക്കും ആകെ കുഴപ്പമാണെന്നും ഒക്കെയുള്ള വിശ്വാസങ്ങൾ വന്ന് ഭവിച്ചത്. അതും നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടായി വന്നതാണെന്ന് കാണാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ ഇങ്ങനെ നക്ഷത്രമണ്ഡലത്തിലൂടെ 27 നക്ഷത്രങ്ങളിലൂടെ കടന്നുപോകും. 27 ദിവസവും 8 മണിക്കൂർ കൊണ്ടും ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതുകൊണ്ടാണ് ഭൂമിക്ക് ചുറ്റും 27 നക്ഷത്രങ്ങളെ സങ്കല്പിച്ചത്. ഒരു ദിവസം ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമാണ് അന്നത്തെ നാൾ. ഇതേ ഭാഗത്തുകൂടി സൂര്യനും ഭൂമിയെ ചുറ്റുന്നുണ്ട് എന്ന് പണ്ടത്തെ ആളുകൾ കണ്ടെത്തി. ശരിക്കും സൂര്യൻ ഭൂമിയെ ചുറ്റിയല്ല, ഭൂമി സൂര്യനെ ചുറ്റിയാണ്. പക്ഷേ തെറ്റിദ്ധരിച്ചു.
അങ്ങനെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നക്ഷത്രമണ്ഡലത്തിലൂടെ ഒരു ദിവസം 1 ഡിഗ്രി വെച്ച് പതുക്കെ സഞ്ചരിച്ചു വരുന്നു. 1 കൊല്ലം കൊണ്ട് ഒരു വൃത്തം പൂർത്തിയാക്കുന്നു. അങ്ങനെ സൂര്യൻ ഏതാണ്ട് 30 ദിവസം കൊണ്ട് 30 ഡിഗ്രിയോളം പോകും. ഈ 30 ഡിഗ്രി വരുന്ന ആകാശഭാഗത്തെയാണ് ഒരു രാശി എന്ന് ബാബിലോണിയക്കാർ വിളിച്ചത്. ഇന്ത്യക്കാർക്ക് പണ്ട് രാശി ഉണ്ടായിരുന്നില്ല. അതൊരു ബാബിലോണിയൻ ആശയമാണ്. ബാബിലോണിയക്കാർ അങ്ങനെ സൂര്യൻ പോകുന്ന വഴിയെ 12 ഭാഗമാക്കി 12 രാശികളാക്കി. 30 ഡിഗ്രി വീതമുള്ള 12 രാശികൾ. അതാണ് നമ്മളിപ്പം മേടം, ഇടവം, മിഥുനം എന്നൊക്കെ പറയുന്ന രാശികൾ. മേടം എന്ന് പറഞ്ഞാൽ മേഷമാണ്, ചെമ്മരിയാട്. ആ ഭാഗത്തുള്ള നക്ഷത്രങ്ങളെ അന്യോന്യം യോജിപ്പിച്ച് നിങ്ങൾക്കൊരു ചെമ്മരിയാടിൻ്റെ ചിത്രം വരയ്ക്കാൻ പറ്റും. അതുപോലെ ഇടവം എന്ന് പറഞ്ഞാൽ ഋഷഭമാണ്. എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇടവം എന്ന് പറയുന്നതാണ്. ഋഷഭം എന്ന് പറഞ്ഞാൽ കാളയാണ്. ആ ഭാഗത്ത് നക്ഷത്രങ്ങളെ കൊണ്ട് നിങ്ങൾക്കൊരു കാളയെ സങ്കല്പിക്കാൻ കഴിയും. അതുപോലെ മിഥുനം ഇരട്ടകളാണ്, കർക്കിടകം ഞണ്ടാണ്, ചിങ്ങം സിംഹമാണ്, കന്നി കന്യകയാണ്, തുലാം തുലാസാണ്, വൃശ്ചികം തേളാണ്, ധനു ധനുസാണ്, വില്ല്, മകരം എന്ന് പറഞ്ഞാൽ മകരമത്സ്യമാണ്, കുംഭം എന്ന് പറഞ്ഞാൽ കുടമാണ്, മീനം എന്ന് പറഞ്ഞാൽ 2 മീനുകളാണ്. ആകാശത്ത് 12 നക്ഷത്ര ചിത്രങ്ങളിലൂടെ സൂര്യൻ പോവുകയാണ്. ചെമ്മരിയാടിൻ്റെ രൂപത്തിലുള്ള മേടൻ രാശിയിൽ സൂര്യൻ പ്രവേശിച്ചാൽ മേടമാസമായി. 1 മാസക്കാലം സൂര്യൻ ആ രാശിയിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. മേടമാസം കഴിഞ്ഞാൽ സൂര്യൻ ഇടവത്തിലേക്ക് കടക്കും. ഇങ്ങനെ കടക്കുന്നതിനെയാണ് സംക്രാന്തി എന്ന് പറയുക. സംക്രാന്തി എന്ന് പറയുന്നതിന് പകരം നമ്മുടെ നാട്ടുകാർ സംക്രാന്തി എന്ന് പറയും. ഒരു രാശിയിൽ നിന്ന് സൂര്യൻ അടുത്ത രാശിയിലേക്ക് കടക്കുന്നു. മേടസംക്രാന്തി എന്ന് പറഞ്ഞാൽ വിഷുവാണ്. ഇടവൻ രാശിയിലേക്ക് കടക്കുന്നത് ഇടവ സംക്രാന്തി. കർക്കിടകത്തിലേക്ക് കടന്നാൽ കർക്കിടക സംക്രാന്തി. ഇങ്ങനെ 12 സംക്രാന്തികളിലൂടെ സൂര്യൻ കടന്നുപോകും. 12 മാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മാസങ്ങളുടെ തുടക്കമാണത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ശാസ്ത്രീയമായ ആശയങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ രാശി കൂടാതെ കേരളത്തിലെ ആളുകൾ മുമ്പ് കൃഷിക്കാരന് വേണ്ടി കാലാവസ്ഥാ പ്രവചനം നടത്തിയിരുന്നത് ഞാറ്റുവേല വെച്ചിട്ടാണ്. സൂര്യൻ പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് പതുക്കെ ഭൂമിയെ ഇങ്ങനെ 1 വർഷം കൊണ്ട് ചുറ്റുമ്പം ഒരു ദിവസം 1 ഡിഗ്രി സഞ്ചരിക്കുമെന്ന് പറഞ്ഞല്ലോ. രാശികളിലൂടെ പോകും പോലെ തന്നെ നാളുകളിലൂടെയും സൂര്യൻ പോകും. 27 നാളിലൂടെയും സൂര്യൻ കടന്നു പോകും. 12 രാശിക്കുള്ളിലാണ് 27 നാളും വരിക. ഒരു രാശിയിൽ 2.25 നാൾ വെച്ച് വരും. ഉദാഹരണത്തിന് മേടൻ രാശി. മേടൻ രാശിയിൽ അശ്വതി നാളുണ്ട്, ഭരണി നാളുണ്ട്, കാർത്തിക നാളിൻ്റെ കാൽഭാഗമുണ്ട്. അശ്വതി, ഭരണി, കാർത്തികക്കാല് മേടക്കൂറ് എന്ന് പറയും. കാർത്തികയുടെ മുക്കാല് രോഹിണി, മകീരത്തിൻ്റെ പകുതി ഇടവക്കൂറ്. ഇങ്ങനെ 2.25 നാൾ വെച്ച് രാശികൾക്ക് വിഭജിച്ച് കൊടുക്കുന്നതിനെയാണ് രാശിക്കൂറെന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് സൂര്യൻ ഏതാണ്ട് 13 ചില്ലുവാനം ദിവസം ഒരു നാളിലുണ്ടാവും. ഓർക്കണം, ചന്ദ്രൻ ഒരു നാളിൽ 1 ദിവസമേ ഉള്ളൂ. സൂര്യൻ ഒരു നാളിൽ 13-ലധികം ദിവസം ഉണ്ടാവും. ആ കാലത്തെയാണ് ഞാറ്റുവേല എന്ന് പറയുക. ഞായറുള്ള വേളയാണ് സൂര്യനുള്ള കാലം. അശ്വതി നക്ഷത്രത്തിൽ സൂര്യൻ നിൽക്കുന്ന 2 ആഴ്ചയോളം വരുന്ന കാലമാണ് അശ്വതി ഞാറ്റുവേല. അത് കഴിഞ്ഞാൽ പിന്നെ ഭരണി ഞാറ്റുവേല, കാർത്തിക ഞാറ്റുവേല, രോഹിണി ഞാറ്റുവേല, മകീര ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല, ഇങ്ങനെ 27 ഞാറ്റുവേലകൾ വരും. ഇത് കൃഷിക്കാരൻ്റെ കണക്കാണ്. കേരളത്തിലെ കൃഷിക്കാർക്കറിയാം, അശ്വതി ഞാറ്റുവേല തുടങ്ങിയാൽ പിന്നെ 1.5 മാസം കഴിയുമ്പം കേരളത്തിൽ കാലവർഷം ആരംഭിക്കും. എന്നുവെച്ചാൽ സൂര്യൻ അശ്വതിയിലേക്ക് കടന്നാൽ നമുക്ക് നെല്ലുണക്കണം, നില ഉഴണം, പല പല പണികൾ ആരംഭിക്കുകയായി. എങ്ങനെയാണ് സൂര്യൻ അശ്വതിയിൽ കടന്നോ എന്നറിയുക? അതിന് രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ മതി. രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഉദിക്കുന്ന നക്ഷത്രം ഏതാണ്? ഉദാഹരണത്തിന് രേവതി നക്ഷത്രം സൂര്യോദയത്തിന് മുമ്പ് ഉദിച്ചാൽ സൂര്യൻ്റെ ഒപ്പം അശ്വതി ഉണ്ടാവും. അശ്വതി ഞാറ്റുവേല തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് രേവതി ഉദിക്കുന്ന കണ്ടാൽ അശ്വതി ഞാറ്റുവേലയാണെന്ന് തീരുമാനിക്കാം. രാവിലെ അശ്വതി ഉദിക്കുന്ന കണ്ടാൽ ഭരണി ഞാറ്റുവേലയാണെന്ന് തീരുമാനിക്കാം. ഇത് കൃഷിക്കാരന് നേരിട്ട് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. അങ്ങനെ നക്ഷത്രത്തെ നോക്കുന്നു, ഞാറ്റുവേല തീരുമാനിക്കുന്നു, കൃഷിക്കുള്ള ഒരുക്കം തുടങ്ങുന്നു. ഭരണി ഞാറ്റുവേലയ്ക്ക് വിത്തുവാവും ഞാറ് മുളപ്പിക്കാൻ വേണ്ടി. കാർത്തിക ഞാറ്റുവേല കഴിഞ്ഞ് രോഹിണി ഞാറ്റുവേല തുടങ്ങുമ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ടാവും. രോഹിണിക്കാണ് കേരളത്തിൽ കാലവർഷത്തിൻ്റെ ആരംഭം. അപ്പോൾ നമ്മൾ ഞാറ് നടും.
അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മഴക്കാലമാണ്. മകീര ഞാറ്റുവേലയ്ക്ക് മഴ